കൊള്ളാം, കുഴപ്പമില്ലാതെ കാണാം. ചുമ്മാ കണ്ടിരിക്കാൻ പറ്റിയ പടമാണോ? അതൊരു ആക്ഷൻ ഉണ്ട്, പിന്നെ നല്ല ഫൈറ്റും ഉണ്ട്, വില്ലനും കൊള്ളാം. ബട്ട് സ്റ്റോറി എല്ലാം പ്രിഡിക്റ്റബിളാണ്. മമ്മൂട്ടിയുടെ പെർഫോമൻസ് വില്ലൻ പെർഫോമൻസ് കിടില്ല. പക്ഷേ സ്റ്റോറി വൈസ് നോക്കണ്ട. ആക്ഷൻ കാണാനും പിന്നെ നല്ല മേക്കിംഗ് കാണാനും വില്ലനെ കാണാനും മമ്മൂട്ടിയുടെ പെർഫോമൻസാണ് ഇത്ര കാണാനുള്ളൂ. പക്ഷേ നമ്മൾ എല്ലാം പ്രിഡിക്റ്റബിള്. ഒരുപാട് സിനിമയിൽ കണ്ട സീൻസ് നമ്മൾ കാണുന്നുണ്ട് ഇതിനകത്ത്. ആ ഫൈറ്റും മമ്മൂട്ടിയുടെ സ്വാഗം കാണാൻ പോവാം. എടുത്തു കൊള്ളാം, പക്ഷെ ഒരുപാട് സിനിമയിൽ കണ്ട ഒരു ഫീലുണ്ട്. എല്ലാം പ്രിഡിക്റ്റബിൾ. ഞാൻ മിക്ക സിനിമ നമ്മൾ പ്രിഡിക്റ്റ് ചെയ്ത് ഒരുപാട് സിനിമ കണ്ടിട്ടുണ്ട്. അതൊരു ആവശ്യമുള്ളൂ. അത് മാറ്റിക്കഴിഞ്ഞാൽ കിട്ടില്ല. 50 എടുക്കും തോന്നണം. ഏറ്റവും ത്രില്ലിംഗ് എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? അതായത് ത്രില്ലറായിട്ടല്ല, ഇത് ആക്ഷൻ പടം മാത്രം. സ്റ്റോറി വൈസ് നോക്കണ്ട, വേറെ ആക്ഷൻ അത്രേ ഉള്ളൂ. സെക്കൻഡ് പാർട്ടിന് ഹിൻഡ് തന്നു. ഇത് ഹിറ്റ് ആവുകയാണെങ്കിൽ സെക്കൻഡ് പാർട്ട് വരും, ഇല്ലെങ്കിൽ സെക്കൻഡ് പാർട്ട് ഇറങ്ങൂല മിക്കവാറും. ലാസ്റ്റ് സെക്കൻഡ് ഹാഫ് കിട്ടില്ല, ഫസ്റ്റ് ഹാഫ് ഇച്ചിരി ഇച്ചിലാണ്. എന്തായാലും സ്റ്റോറി വൈസ് ബാഡ്, മേക്കിംഗ് കൊള്ളാം. പടം കുഴപ്പമില്ലാന്ന് തോന്നി. BGM കുറച്ച് സ്ഥലത്തൊക്കെ വർക്കാവാത്തത് പോലെ തോന്നി. ക്ലൈമാക്സ് സൂപ്പറാണ്. 100 കോടി അടിക്കുന്നു തോന്നുന്നു. അങ്ങനെയൊന്നും നമ്മളല്ല പറയുന്നത്. അത് കുറേ നോക്കിയ ഒരു കൊമേഴ്ഷ്യൽ എൻ്റർടൈനർ ആയിട്ട് മമ്മൂട്ടിയുടെ, പിന്നെ മമ്മൂട്ടി ആയതുകൊണ്ട് രാജ്ബി ഷെട്ടി അടിപൊളിയാണ്. പിന്നെ ചില സ്ഥലത്ത് നമുക്ക് വർക്കാവാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്, പക്ഷേ എന്നാലും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ അടിപൊളി എൻ്റർടൈനറാണ്. അങ്ങനെ ചോദിച്ചാൽ അതിപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല. എന്നാലും ടിപ്പിക്കൽ ആക്ഷൻ മൂവീസ് പോലെയല്ല. ഇപ്പം സ്റ്റോറി ലൈൻ പ്ലോട്ട് കുറേ നമ്മൾ കണ്ടുള്ള ഒരു പാറ്റേൺ ആയിരിക്കും, പക്ഷേ മടുപ്പിച്ചില്ല പല സ്ഥലങ്ങളിലും. അങ്ങനെ തോന്നി. സെക്കൻഡ് പാർട്ട് ഉണ്ടെന്ന് കേൾക്കുന്നുണ്ട്, അതിനെപ്പറ്റി അത് പറഞ്ഞാൽ മോശമല്ല, അങ്ങനെ പറയാൻ പാടില്ല. പക്ഷേ ക്ലൈമാക്സ് വർത്ത് വാച്ചിങ് ആയിരുന്നു. നല്ല പടമാണ്. മേക്കിംഗ് അടിപൊളിയായിട്ടുണ്ട്, സൂപ്പർ മേക്കിംഗ് ആണ്. എന്തോ മമ്മൂട്ടി കതറിയിട്ടുണ്ട്, സൂപ്പറാണ്, അടിപൊളിയാണ്. സൂപ്പർ പടം, നല്ല പടമാണ്, അടിപൊളി പടം. രാജ്ബി ഷെട്ടി അടിപൊളിയായിട്ടുണ്ട്. കന്നഡയിൽ നിന്ന് മലയാളത്തിൽ വന്നപ്പോൾ ഒരു നല്ല പെർഫോമൻസ് ആയിരുന്നു, എല്ലാവരും നല്ല പെർഫോമൻസ്. അടിപൊളി ഫൈറ്റ് സീൻ എല്ലാത്തരം പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്ന പടം. ഒരു മാസാക്ഷൻ പടത്തിൽ മമ്മൂട്ടി കുറെ തൽക്കേശിൽ അഭിനയിക്കണം. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു തിയേറ്റർ എക്സ്പീരിയൻസ്? കൊള്ളാം, അടിപൊളി രോമാഞ്ചം. അത് മാത്രമല്ല ആൾക്കാരൊക്കെ ഭയങ്കര സപ്പോർട്ടാണ്. നല്ല പടം. കൊള്ളാം, പൊളിസാണ്. സൂപ്പറായിട്ടുണ്ട്. നല്ല പടമാണ്. മമ്മൂട്ടി എങ്ങനെയുണ്ടായിരുന്നു? സൂപ്പർ. ഫാമിലി ഓഡിയൻസ് ഇഷ്ടപ്പെടുന്ന പടം. പൊളിയായിരുന്നു, നല്ല ആക്ഷനും എല്ലാം ഉള്ള നല്ല അടിപൊളി പടമായിരുന്നു. മമ്മൂട്ടി രാജ്യത്ത് 100 കോടി നേടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ പ്രായത്തിൽ മമ്മൂട്ടി ചെയ്യുന്ന ഒരു അടിപൊളി റോളാണ്. രാജ്ബി ഷെട്ടിയൊക്കെ മലയാളത്തിൽ ആദ്യമില്ല. അത് സൂപ്പറായിരുന്നു, അടിപൊളിയായിട്ട് അഭിനയിച്ചു. അടിപൊളി സിനിമയാണ്. എല്ലാത്തരം പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്നു. എല്ലാവർക്കും മാസ് എന്റർടൈൻമെന്റ്, പൊളിപ്പടം.